Yes, welcome back to Eagle Learning. So, കഴിഞ്ഞ 5 വർഷ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ 2 മാർക്ക് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. ആദ്യ ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതെ, സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് വിത്ത് ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് അല്ലേ? യെസ്, വാട്ടർ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും 60 ഗ്രാം ഓക്സിജനും 2 ഹൈഡ്രജനും ആയിരിക്കും. അത് തന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. നെക്സ്റ്റ് യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം ഈവൻ ദോ ബോറോൺ ഹാസ് ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ്. ബെർലിയത്തിന്റെയും ബോറോണിന്റെയും അയോണൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുന്ന അബ്നോർമൽ ബിഹേവിയർ ആണ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് പെനിട്രേറ്റിംഗ് എഫക്റ്റിന്റെ ബേസിൽ ഇത് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ വെച്ച് പറഞ്ഞാൽ മതി. ബെർലിയത്തിന്റെ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അതെ, ബെർലിയം ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, ഇലക്ട്രോണിന് ലൂസ് ആകാൻ ബുദ്ധിമുട്ടാണ്. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ നമ്പറിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ഓക്സിഡേഷൻ ഡിഫൈൻ ചെയ്യാൻ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് റിഡക്ഷൻ ആണ്. A process in which increase of oxidation number is oxidation and process in which decrease of oxidation number is reduction. റെഡി അല്ലേ? എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ പ്രപ്പോസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആര് പ്രപ്പോസ് ചെയ്തു? ആന്റോണിയോ ലാവോസിയർ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ടോട്ടൽ മാസ് ഇന്നെ സിമ്പിൾ ആയിട്ട് എഴുതുക, ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുക. അപ്പം ടോട്ടൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇന്നെ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ് എന്നായിരിക്കും ചില കുട്ടികൾ പഠിച്ചിരിക്കുക. അടുത്തത് മൊളാരിറ്റിയും മൊളാലിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതാണ് മൊളാലിറ്റി. സ്മോൾ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് അല്ലേ? ഇതിൽ ആരാണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ആരാണ്? മൊളാരിറ്റി ആണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. എൽ അല്ല, ആർ ആണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. യെസ്, അടുത്തത് സ്റ്റേറ്റ് മെന്റലീവ്സ് പീരിയോഡിക് ലോ. മക്കളെ, മെന്റലീവ്സ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ 2 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? മെന്റലി പീരിയോഡിക് ലോ എന്താണ് പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദെയർ അറ്റോമിക് മാസ് എന്നാണ്, അല്ലെങ്കിൽ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഇനി മോഡേൺ ആണെങ്കിൽ അറ്റോമിക് നമ്പർ എന്നുള്ളത് മാത്രം മാറ്റിയാൽ ആ പോയിന്റ് അവിടെ പഠിച്ചേക്കാം. മെന്റലി പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ് ആണ് പറയുന്നതെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പർ ആണ്. ഡെഫിനിഷൻ രണ്ടിനും സെയിം ആണ്. ഒന്ന് അറ്റോമിക് മാസും പറയാം, മറ്റേത് അറ്റോമിക് നമ്പറും പറയാം. ഇവിടെ അറ്റോമിക് വെയിറ്റ് ആക്കാം, മറ്റേത് അറ്റോമിക് നമ്പർ ആക്കാം. അത്രേ ഉള്ളൂ. 2 മാർക്കിന് ചോദിക്കും. അതേപോലെ എത്ര ഗ്രൂപ്പും പീരീഡുമാണ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. 18 groups and 7 horizontal rows അല്ലേ? യെസ്, 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സും ആണുള്ളത് മക്കളെ. യെസ്, ഇനി പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രൂപ്പിലെയും പീരീഡിലെയും ട്രെൻഡ് വേരിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മാറുക? അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ക്ലിയർ അല്ലേ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും. അതായത് മക്കളെ, താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കൂടുകയാണ്. ഈസി ആയിട്ട് ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാം. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യാത്തി? ഡിക്രീസ് ചെയ്യും. പക്ഷെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയുകയാണ്. സോ ഇലക്ട്രോൺ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അയണൈസേഷൻ എൻതാൽപ്പി കൂടും. റെഡി അല്ലേ? കൂടും. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്? ഗിവ് ആൻ എക്സാമ്പിൾ. പ്രോപ്പർട്ടി ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. മാസ്, വോളിയം ഒക്കെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയും മാറ്റർ ഉണ്ട്. ആ മാറ്റർ 70 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ടെമ്പറേച്ചർ എങ്കിൽ ഞാൻ അതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്താലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക. അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താലും ഒരു ബക്കറ്റിൽ വെള്ളം എടുത്താലും ബോയിലിംഗ് പോയിന്റ് എന്താ 100 ഡിഗ്രി തന്നെയാണ്. സോ ഇറ്റ്സ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റൻസീവിനും ഇന്റൻസീവിനും എക്സാമ്പിൾ എഴുതുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Write Gibbs equation and explain the terms involved in it. Gibbs equation. Delta G is equal to delta H minus T delta S. Gibbs എനർജിയും എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷനും ചോദിക്കാറുണ്ട്. എൻട്രോപ്പിയും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷനും ചോദിക്കാറുണ്ട്. അതിന് ശരിക്കും ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ കൂടി പറയാറുണ്ട്. ഡെൽറ്റ G is equal to delta H minus T delta S ആണ്. ഡെൽറ്റ G ഗിബ്സ് എനർജി ആണ്. ഡെൽറ്റ H എൻതാൽപ്പി ചേഞ്ച് ആണ്. T ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ S എൻട്രോപ്പി ചേഞ്ച് ആണ്. ഡെൽറ്റ G നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ G പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ G 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. അത് പഠിച്ചു വെച്ചോ. കാൽക്കുലേറ്റ് ദ വോളിയം ഒക്യുപൈഡ് ബൈ 8.8 gram ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ് STP ആണ് ചോദിച്ചിരിക്കുന്നത്. 8.8 gram എത്ര മോൾ ആണെന്ന് കാണാം. 8.8 gram കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 8.8 by 44 എന്ത് കിട്ടും? എത്ര ആദ്യം നിങ്ങൾ മോൾ കാണാം. 8.8 divided by 44 ചെയ്യുക. ഗിവൺ മാസ് ബൈ ആദ്യം മോൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന മാസിനെ
മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 0.2 മോൾ എന്ന് കിട്ടും. അതിനെ വോളിയം 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? 0.2 മോളുടെ ആണെങ്കിൽ 22.4. അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഹാഷിം സാറിനെ വിളിക്കാം. റെഡി അല്ലേ സാർ? ഹായ് മക്കളെ, നമ്മൾ കൂടെ ഹാഷിം സാറാണുള്ളത്. ഹാഷിം സാർ തന്നെ പറയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സ്റ്റേറ്റ് മെന്റലിസ്റ്റ് ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മെന്റലി പീരിയോഡിക് ടേബിൾ മെന്റലി പീരിയോഡിക് ലോ പറയുന്നത്? The physical and chemical properties of the elements are periodic functions of their അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് നമ്പർ ആയാൽ മോഡേൺ പീരിയോഡിക് ലോ ആയി. ഇല്ല, സമയമില്ല സാർ, കുട്ടിയും സമയമില്ല, നമുക്ക് സമയം. അടുത്ത് how many sigma and pi bonds are there in the following molecules? ഈഥൈൻ മോളിക്യൂൾ ആണ് സാർ. ഈഥൈൻ ഞാൻ എഴുതട്ടെ. CH3 ഇങ്ങനെ എഴുതാല്ലേ? ഈഥൈൻ CH3 Hന് ഒരു വലിയ സിംഗിൾ ബോണ്ട് സാർ. ഈഥൈൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഈഥൈൻ ആണ്. സിംഗിൾ ബോണ്ടുകളൊക്കെ സിഗ്മ ബോണ്ട് അല്ലേ? all single bonds are sigma bonds. സിഗ്മ 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 സിഗ്മ. എത്ര സിഗ്മ ഉണ്ട് സാറേ? സാർ 6 1 7. 7 സിഗ്മ ബോണ്ട്. no pi bond. നോ പൈ ബോണ്ട്. എത്തീൻ C double bond C സാറേ. C ഡബിൾ ബോണ്ട് C. അപ്പോ ഇങ്ങനെ എഴുതല്ലേ സാറേ? CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ സാറേ ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മ ഒന്ന് സിഗ്മ ഒന്ന് പൈ. ഒന്ന് സിഗ്മ ഒന്ന് പൈ. ഒന്ന് സിഗ്മ ഒന്ന് പൈ. നൈസ്. റെഡി. അപ്പോൾ എത്ര സിഗ്മ? 5 സിഗ്മ ഒരു പൈ ബോണ്ട്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. 2 മാർക്ക് സിമ്പിൾ അല്ലേ? ഒരു മിനിറ്റ് പോക്കറ്റിൽ 2 മാർക്ക്. അടുത്ത ഒരു മിനിറ്റ് മാറി സാർ. റെഡി സാർ. ഓക്കെ. ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. പലതവണ ചോദിച്ചാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ക്വാണ്ടിറ്റിന. ഇത് വരാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല സാറേ. ഈ ക്രിസ്മസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതാ. നിർബന്ധം എടുത്തു സാർ കേട്ടോ. എക്സ്റ്റെൻസീവ് പറഞ്ഞാൽ ഡിപെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. അതെ, ക്വാണ്ടിറ്റിനെ ഡിപെൻഡ് ചെയ്യാൻ മാസ് ഒരു എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. നമ്മുടെ ബാഗിൽ 5 തേങ്ങ എക്സ്റ്റെൻസീവ് ആണ്. അത് നമ്മുടെ ബാഗിൽ ഒരു 10 തേങ്ങ ഇട്ടാൽ 20 തേങ്ങ ഇട്ടാൽ ഒരേ മാസമാണ് സാർ. തേങ്ങ ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി പറ സാറേ. ഇന്റൻസീവ് ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ബോയിലിംഗ് ഡെൻസിറ്റി. മതിയോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മതി. ഓക്കെ, അടുത്ത പോകും സാർ. നെക്സ്റ്റ് ഇത്ര പോരെ? അടുത്ത ക്വസ്റ്റ്യൻ. Write the chemical formula of the following compounds. സാർ എഴുതിക്കോ. ടൈറ്റാനിയം tin 4 ഓക്സൈഡും അയൺ 3 ഓക്സൈഡും. tin 4 ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ടിൻ ഏത് സ്റ്റേറ്റിലാണ് സാറേ? 4+ലാണ്. 4+ലാണ്. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O2- ആണ്. O2-. ഫോർമുല ചെയ്താൽ നമ്മൾ ചെയ്യുക ഈ നമ്പർ ഇങ്ങോട്ട് ഈ നമ്പർ ഇങ്ങോട്ട് മാറ്റിക്കുക സാറേ. അപ്പൊ എന്ത് ചെയ്താ സാറേ? SN2O4 എഴുതാം. പക്ഷെ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. രണ്ടോണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും സാറേ ഫോർമുല? SN. നൈസ്. അടുത്ത സാറേ പറ. അയൺ 3 സൾഫേറ്റ്. അയൺ 3 സൾഫേറ്റ് സാർ. അയൺ 3 എന്ന് പറയുമ്പോൾ Fe+3 SO4 സൾഫേറ്റ് തന്നെ SO4 2- ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യണം. നമ്പർ ഇവിടെ ഈ നമ്പർ ഇവിടെ. എന്തോന്നു സാറേ? Fe2 SO4 thrice. അതായത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ലല്ലോ. ഇല്ല, സിംപ്ലിഫൈ ഈ 2 4 വെട്ടിയാലും നടക്കൂല. തല വെട്ടിയിരിക്കും. റെഡിയാണ് സാർ. അടുത്തേക്ക് പോവാം സാർ. റൈറ്റ് എനി ടു ഡ്രോബാക്ക് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. ഒന്നുമില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്ത ബോറിന് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്ത ബോറിന് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. He could not explain the spectra of atoms having more than 1 electron. Again, വേറെ സീമൻ എഫക്ട്, സ്റ്റാർക്ക് എഫക്ട് പോലുള്ള പ്രതിഭാസങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? ബോറിന് പറ്റിയില്ല. ഏതൊക്കെ? സീമൻ എഫക്റ്റും Zeeman effect, Stark effect, fine spectrum. Zeeman effect ചോദിക്കും. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ആൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റാർക്ക് ഇലക്ട്രിക് ഫീൽഡ്. മിനിമം ഒക്കെ പറഞ്ഞു അതിലെ ഫൈൻ സ്പെക്ട്രം. 2 പോയിന്റ് 2 മാർക്കാണ്. ഇങ്ങോട്ട് 2 മാർക്ക്. അടുത്ത പറയാം. നെക്സ്റ്റ്. യെസ്. നെയിം 4 different types of redox reactions. സാർ പറഞ്ഞു സാറേ. കോമ്പിനേഷൻ സാറേ. കോമ്പിനേഷൻ redox reaction. കോമ്പിനേഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഓർഡർ പറയുന്നത് സാർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. സാർ ഡിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ സാറേ. ഡിസ്പ്രൊപ്പോർഷനേഷൻ സാറേ. ഡിസ്പ്രൊപ്പോർഷനേഷൻ. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ സാർ? സാർ അത്ര മതി. Combination reaction, displacement reaction, decomposition reaction and disproportionation reaction. So these are the 4 different types of redox reaction. ഇതിൽ disproportionation reaction ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലല്ലോ. ഉണ്ടാവില്ല. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ എഴുതി കളി അല്ലേ? H2O2 gives H2O plus O2. നൈസ് ആണ്. 2 പോയിന്റ് പഠിച്ചാൽ മതി. സിമ്പിൾ. അടുത്ത പോയി സാറേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്.
the reagent which is completely consumed at first during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം തീർന്നു പോകുന്ന റിയാക്ഷൻ. Or the reactant that limits the reaction. അത് ഏഞ്ചിനോട് ചോദിച്ചാൽ കപ്പും ചായ ഒക്കെ പറഞ്ഞു തരുന്നു. ഓക്കെ റെഡി, അടുത്ത പറ സാർ. Define limiting reaction. Reagent okay അല്ലേ? Reactant that is completely consumed. 4 gram hydrogen reacts with 64 gram oxygen to give water. നമ്മൾ ഇക്വേഷൻ H2 plus ഞാൻ എഴുതട്ടെ സാറേ? 2H2 plus O2. 2H2 plus O2 gives 2H2. ഈസി ആയിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് കാണാനുള്ള ടെക്നിക്ക് ആഷിം സാർ പറഞ്ഞു. സാർ ഇത് 4 ഗ്രാം അല്ലേ സാറേ? 4 ഗ്രാം എത്ര മോളാ? ഇത് 32 ഗ്രാം അല്ലേ? അപ്പൊ 4 ഗ്രാമിന് 32 ഗ്രാം വേണോ? അതെ, അപ്പൊ തന്നെ കിട്ടില്ല സാർ. 4 ഗ്രാമിന് 32 ഗ്രാം മതിയല്ലോ. 4 ഗ്രാമിന് 4 ഗ്രാം ഉണ്ട്, 32 ഗ്രാം ബാക്കി കിടക്കും. അപ്പൊ ആരാ? ഹൈഡ്രജൻ. നെക്സ്റ്റ് അടുത്ത അതെ, അത്ര മതി. 4 ഗ്രാമിന് 32 ഗ്രാം വേണം. 4 ഗ്രാമിന് 32 ഗ്രാം വേണം. പക്ഷെ നമ്മളെ കയ്യിലെത്രയുള്ളത്? 4 ഗ്രാം 64 ഗ്രാം ഉണ്ട്. കൂടുതലാ, ഓക്സിജന്റെ അളവ് ഒരുപാട് കൂടുതലാ. പ്രശ്നമാണ്, ഓക്സിജൻ അളവ് എക്സസ് ആ. അപ്പൊ ഓക്സിജൻ ഫുള്ള് റിയാക്ട് ചെയ്യാൻ കഴിയില്ല, ഓക്സിജൻ ബാക്കിയായിരിക്കും. ഹൈഡ്രജൻ തീർന്നു. സിമ്പിൾ, ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജന്റ്. അടുത്തുള്ളൂ അല്ലേ? അടുത്തേക്ക് പോലെ സാറേ. Write the orbital wise electronic configuration of copper 29 chromium 24. എല്ലാവർക്കും അറിയാം. ആർഗൺ സാർ എഴുതിക്കോ, കോപ്പറും ക്രോമിയം സാർ എഴുതിക്കോ. കംപ്ലീറ്റ് ചെയ്തോ സാറേ? ജസ്റ്റ് ആർഗൺ വെച്ച് ചെയ്താൽ മതി. കോപ്പർ തൽക്കാലം ആർഗൺ വെച്ച് 29. കോപ്പർ 29. ആർഗൺ 4s1 3d10. നൈസ്, റെഡി അല്ലേ? ക്രോമിയം 24 സാറേ. സാറല്ലേ മൂത്ത, അപ്പൊ സാറിന് എഴുതി ക്രോമിയം 24 എഴുതിക്കോ. പ്രായം കൊണ്ട് സാറല്ലേ? ആർഗൺ പറഞ്ഞോ? 4s1 3d5 നൈസ് ആണ്. സാർക്ക് എത്ര വയസ്സായി സാറേ? ക്രോമിയം 24 റെഡിയാണ്. 25 24 സാർ. ഓക്കേ 24. ഇത് 24 ആണ് സാർ. എന്റെ വയസ്സാണ് ചോദിച്ചത്. യെസ് സാർ, സാറിന്റെ വയസ്സല്ലേ? അടുത്ത ഗിവ് ദ റീസൺ ഫോർ ദർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. half filled configuration and fulfilled element with the fulfilled configuration is highly extra stable ആണ് due to exchange energy. അതുകൊണ്ട് പറയുന്നത് large exchange energy and symmetry. ഓക്കേ സാർ. ഓക്കേ റെഡി. അടുത്ത പോകാം. നെക്സ്റ്റ് explain the shape of water molecule using VSEPR theory. സാർ പറ. VSEPR തിയറി വെച്ച് ഷേപ്പ് പറയണം. സെൻട്രൽ ആറ്റം ആരാ? ഓക്സിജൻ ആണ്. സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. അറ്റോമിക് നമ്പർ എത്ര സാറേ? 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,6 ആണ്. 6 ഇലക്ട്രോൺ എഴുതുക അല്ലെ? 4 ക്രോസ് ഇട്ട് സാറേ. എത്ര ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യും? 2 ഹൈഡ്രജൻ. ഓക്സിജന്റെ ഇലക്ട്രോൺസ് ആണ് ഞാൻ മാർക്ക് ചെയ്ത് 2 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. റെഡി അല്ലേ സാറേ? 2 തീർന്നു പോയി. 2 ബോണ്ട് പെയർ ബാക്കി ഇതാ സാറേ. എത്ര ലോൺ പെയർ? 4 2 പേരിനോട് ഒരുമിച്ച് ചെയ്താൽ പറ്റില്ല അല്ലേ? അപ്പൊ ലോൺ പെയർ. ഇത് ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയർ, ഇത് BP, LP. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഷേപ്പ് ബെൻ ഷേപ്പ് ആണ്. ബെൻ ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ് അല്ലെങ്കിൽ V for victory, V ഷേപ്പ്. അതെ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. അടുത്തേക്ക് പോകാം. All 5 the bond length in PCl5 molecules equivalent. PCl5 is unsymmetric. Explain. PCl5 is a highly reactive molecule. Explain. എങ്ങനെ PCl5 എന്താ സാറേ ഷേപ്പ്? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആണ് PCl5. ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ കോർണേഴ്സിലേക്കായിട്ട് 3 ബോണ്ട് 120 ഡിഗ്രി മേക്കിംഗ് ആൻ ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ ഒരേ പ്ലെയിനിലായിരിക്കും ഈ ബോണ്ട് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. അതെ, 2 ബോണ്ട് ഒന്ന് അവരിലേക്ക്, ഒന്ന് ഉള്ളിലേക്ക്, above and below the plane. മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. അതെ സാർ. ഈ 2 ബോണ്ടുകൾ നമ്മൾ എന്ത് ബോണ്ട്സ് ആണ് വിളിക്കുക? ആക്സിയൽ ബോണ്ട്സ് എന്ന് വിളിക്കുക. ആക്സിയൽ ബോണ്ട്സ് ആർ വീക്കർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ക്ലോറിൻ ആറ്റം ലൈയിങ് ഇൻ ഡിഫറെന്റ് പ്ലെയിൻ. മുകളിലുള്ള ക്ലോറിനും താഴെയുള്ള ക്ലോറിനും അല്ല സാറേ, ഇതൊരു പ്ലെയിനിലാണുള്ളത്. ഇവര് 3 പേരും ഒരു പ്ലെയിനിലാണുള്ളത്. ഇതാ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക്, above and below the plane. അപ്പൊ ഇവിടെ ആംഗിൾ കുറവാണ്, 90 ഡിഗ്രിയാണ്. ബോണ്ടിങ് മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ മോർ റിപ്പൾഷൻ ഫീൽ ചെയ്യും അല്ലേ? അത് റെഡ്യൂസ് ചെയ്യാനാണ് ആ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്താ? ആക്സിയൽ ബോണ്ട്സ് ആണ്. ഒറ്റ പോയിന്റ് ചെയ്തു. ആക്സിയൽ ബോണ്ട് ഇൻ PCl5 ആക്സിയൽ ബോണ്ട്സ് ആർ വീക്കർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ഓർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ. വീക്കർ ലോങ്ങർ. അടുത്ത നെക്സ്റ്റ്. What are the limitations of Bohr atom? നമ്മൾ പറഞ്ഞു ഈ could not explain stability. വീണ്ടും വന്നെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഓർമ്മിച്ച് വെച്ചാൽ 2 മാർക്ക് ഇങ്ങനെ വാരി വാങ്ങിക്കും. ഓക്കെ, അടുത്ത് നെക്സ്റ്റ്. Sketch Lewis dot formula of H2. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ, ഡയറക്റ്റ് വരയ്ക്കുന്നത് മാത്രമല്ല. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ എത്ര? 2,6. അപ്പൊ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഒന്ന് പറഞ്ഞു. 1 2 3 4 5 6. നൈസ്. തൽക്കാലം 2 ഹൈഡ്രജൻ ബോണ്ട് ചെയ്ത് കൊടുത്താൽ ഒന്നും ചെയ്യണ്ട.
ഇത്രേ അത്രേ ഒരു 2 മാർക്കിന് ഇത് മതി. അത് മതി മതി. കൂടി പോകും 2 മാർക്ക് കൂടി. ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുന്ന ഒരു മെത്തേഡിലേക്കൊന്നും അതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ സാറേ. ഓക്കെ ഈസി. ഇത്ര വരച്ചാ പോരെ. ഇനി എത്തിയൊന്ന് വരച്ചേക്ക് സാർ. അതേപോലെ വരയ്ക്കാം. എത്ര കാർബൺ ഉണ്ട് സാറേ? 2 കാർബൺ. കാർബണേറ്റ് 4 ബോണ്ട്. കാർബൺ 4 വാലൻസ് ഇലക്ട്രോൺസ് സാറേ. 1 2 3 4 1 2 3 4. അത് ഇതിലാണ് ആരെ അറ്റാച്ച് ചെയ്യാൻ വരുന്നത്? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നു. അയാളെ ഹൈഡ്രജൻ, അടുത്ത ആളെ ഹൈഡ്രജൻ അറ്റാച്ച്. ഡോട്ട് ഇട്ട് വരച്ചാലും മതി ട്ടോ. അടുത്ത ഹൈഡ്രജൻ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു. ഹൈഡ്രജൻ അറ്റാച്ച്. അവിടെ 2 ഡബിൾ ബോണ്ട് കൊടുത്തേക്ക് സാറേ. 2 മാർക്കിന് എത്ര മതി? 2 മാർക്കിന് നമ്മൾ എന്ത് ചെയ്യാ? ഡോക്ടറേറ്റ് കിട്ടാൻ ഇതൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. 2 മാർക്ക് അത്രയും പോയിന്റ് മതി. ധാരാളം മതി സാർ. ഓക്കെ. ഹൈഡ്രജനെ വരട്ടെ ഒരു വശം. യെസ് സാർ വരയാണ്. റെഡി. ഓക്കെ സാർ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തേക്ക് പോകാം. അത് നൈസ് ആയിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് ബോണ്ട് ഇട്ട് വരച്ച് ബോണ്ടാണ് ഇത് കാണിച്ചത്. റെഡിയാണ്. ഓക്കെ ഒന്ന് കണ്ടോട്ടെ. സാറിന്റെ ഡ്രോയിങ് ഇത് തമ്മിലുള്ള വ്യത്യാസം മക്കൾ മനസ്സിലാക്കിയിട്ട് അടുത്ത പറ. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം. സാർ അതായത് എനർജി കാണാനുള്ള ഇക്വേഷൻ En = -2.18 × 10⁻⁸ അല്ല സാറേ? z²/n². 10⁻⁸ z²/n² ജൂൾ പെർ ആറ്റം. ജൂൾ പെർ ആറ്റം. ഹീലിയത്തിന്റെ കേസിൽ സോറി n എത്രയാ സാറേ? n 1 ആണ്. ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ സാറേ? അപ്പോൾ n 1. സെക്കൻഡ് ഓർബിറ്റ് ആണ് n 2. n 2 ആയിരിക്കും. ഫസ്റ്റ് ഓർബിറ്റ് ആണ് n 1 ആണ്. ഹീലിയത്തിന് അറ്റോമിക് നമ്പർ എത്രയാ സാറേ? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. z 2 ആണ്. ഇനി വാല്യൂ അപ്ലൈ ചെയ്ത് എത്ര കിട്ടാൻ നോക്ക്. En is energy of E2 = -2.18 × 10⁻⁻18 into 2²/1 1². ജൂൾ പെർ ആറ്റം. ഓക്കെ സാർ. അടുത്ത റെഡി സാർ. അടുത്ത ക്വസ്റ്റ്യൻ. State Lewis concepts of acids and base. Give one example of each. എന്താ ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവരെ നമുക്ക് വിളിക്കാം. അത്രേ ഉള്ളൂ. ഇലക്ട്രോൺ പെയർ ഡോണർ ആണ്. അക്സെപ്റ്റർ. ആസിഡ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ. ബേസ് ഇലക്ട്രോൺ പെയർ ഡോണർ. യെസ്. ബേസ് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ലൂയിസ് കോൺസെപ്റ്റ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പഠിച്ചേക്ക്. എക്സാമ്പിൾ സാറേ? എക്സാമ്പിൾ BF3 AlCl3. ആ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ, അവരുടെ കയ്യിൽ വാലൻസിൽ 6 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസിന്റെ കുറവുണ്ടെന്ന് അല്ലേ? ഇനി കാറ്റയോൺസ് ഒരു ലിസ്റ്റിൽ ഉണ്ട്, അതിന് മൊത്തം ലൂയിസ് ആസിഡ് ആയിക്കോട്ടെ. ലൂയിസ് ആസിഡ് കാറ്റയോൺസ് ഉണ്ടാവില്ലല്ലോ സാറേ? ബോർഡ് എക്സാമിന് കാറ്റയോൺസ് ഉണ്ടാവും. ഓക്കെ കൊടുത്തേക്കട്ടെ. ഓക്കെ ഇലക്ട്രോൺ പെയർ ഡോണർ പറ. NH3 ലോൺ പെയർ ആൾക്കാർ. ലോൺ പെയർ സെൻട്രൽ ആർത്തിന് മുകളിൽ ലോൺ പെയർ ഉണ്ടോ? വാട്ടർ മോളിക്യൂൾ ഉണ്ട്. All anions. അപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടല്ലേ സാറേ? പോരെ? റെഡി സാർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിക്കുക. എക്സാം നന്നായിട്ട് ചെയ്താൽ നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം ആളിൽ പ്രവേശിക്കും. ലൈവിൽ വരുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി നോക്കുക. ലൈവിൽ ഇന്ന് പൊടിക്കും. ഇന്നത്തെ ലൈവിൽ നമ്മൾ പൊടിക്കും. ഓക്കെ മുഴുവൻ കാര്യങ്ങൾ കൃത്യം 7 മണിക്ക് എത്തുക. കെമിക്കൽ ബോണ്ടിങ്ങിൽ തുടങ്ങുന്ന ലൈവ് ക്ലാസിഫിക്കേഷനിൽ അവസാനിക്കുന്നു. അതെ, കെമിക്കൽ ബോണ്ടിങ്ങിൽ തുടങ്ങി തെർമോഡൈനാമിക്സിലൂടെ കടന്ന് ഇക്വിലിബ്രിയത്തിലൂടെ നടന്ന് ക്ലാസിഫിക്കേഷനിൽ അവസാനിക്കുന്ന ലൈവ്. അപ്പൊ കറക്റ്റ് 7 മണിക്ക് 7 മണിക്ക് കാണാം, മറക്കരുത്. ഓക്കെ മക്കളെ, എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി വരും. അതാണ് എല്ലാവരും ഫ്രണ്ട്സിനെ ഓരോ കയ്യിൽ 2 കയ്യിൽ ഓരോ ഫ്രണ്ട്സ് കാണും. പഠിക്കണം. ഓക്കെ, താങ്ക് യു. റെഡി.